തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ മേയർ എം കെ വർഗീസ് മിന്നൽ പരിശോധന നടത്തുകയാണ്. കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഓടയിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് പോകുന്നത് നഗരസഭയുടെ പരിധിയിലുള്ള വഞ്ചിക്കുളത്തേക്ക് എന്നായിരുന്നു പരാതി ഉയർന്നിരിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിൽ നൽകും വിവരങ്ങൾ. ജെയ്സൺ, എന്താണ് അവിടുത്തെ ഒരു നിലവിലെ സാഹചര്യം? മേയറുടെ പരിശോധനയിൽ എന്തെങ്കിലും ഇത്തരത്തിൽ ആരോപിക്കുന്നത് പോലെയുള്ള വീഴ്ചകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രധാനമായും കുറേ യാത്രക്കാർ നൽകിയ പരാതിയാണ് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ ഇത്രയൊരു സർപ്രൈസ് വിസിറ്റിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ കക്കൂസ് മാലിന്യം നേരിട്ട് ഓടയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള എല്ലാം ഇവിടുത്തെ കക്കൂസുകളാണ്, റെയിൽവേ സ്റ്റേഷൻ അകത്തുള്ള കക്കൂസുകളാണ്. അവിടെ നിന്നാണ് ഈ ഓടയിലേക്ക് മാലിന്യം നേരിട്ട് എത്തുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി ആളുകളെ പരാതി വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. വലിയ ദുർഗന്ധം ഉണ്ട്. ഇപ്പോഴും ആ ദുർഗന്ധം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു പരാതി വ്യാപകമാവുകയും അത് കോർപ്പറേഷൻ മേയറെ വിളിച്ചറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോർപ്പറേഷൻ മേയർ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്തരമൊരു വിസിറ്റിലേക്ക് എത്തിയത്. ഇപ്പോൾ കോർപ്പറേഷൻ മേയറും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ മറ്റ് കൗൺസിലർമാരും ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ പരിശോധന നടത്തി ഇത്തരമൊരു മാലിന്യം നേരെ എത്തുന്നത് തൃശ്ശൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള വഞ്ചിക്കുളം ഭാഗത്തേക്കാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ മറ്റു പല തോടുകളും വലിയ രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഴ കനത്തതോടു കൂടിയാണ് ആ മാലിന്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ മേയർ തന്നെ ചേരുകയാണ്. എന്താണ് പറയുക ഇതിൻ്റെ സ്ഥിതി ഇവിടുത്തെ? ഇതിൻ്റെ സ്ഥിതി നമുക്കറിയാം. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിൽ പല പ്രാവശ്യമായി പല ആൾക്കാരും എന്നെ വിളിച്ചു പറയുന്നു അവിടെ കക്കൂസ് മാലിന്യം പുറത്തേക്ക് വിടുന്നു. ഞാനത് ആദ്യം വിശ്വസിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നപ്പോഴാണ് ഈ സംശയാസ്പദമായി ഞാൻ ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിട്ടു, സ്ഥലം പരിശോധിച്ചു. ഇത് കണ്ടപ്പോൾ നേരിട്ട് വന്നതാണ്. കാരണം നമുക്കറിയാം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണോ വരുന്നത്. ഇത് ഒരു വിശ്രമമുറിയാണ്, AC വിശ്രമമുറി. അതിനകത്തൊന്നും എല്ലാം കൂടി കാലങ്ങളായി ഇവർ വിട്ടിരുന്നത് ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങളിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നാണ്. ക്ലീൻ ചെയ്തത് എന്താണ്? സുഗമമായി പുറത്തേക്ക് വരാവുന്ന വിധത്തിലുള്ള ക്ലീനിങ് അവർ നടത്തിയിരുന്നു. പക്ഷേ ഇത് നമ്മൾ കടന്നുപോയി ഈ റെയിൽവേ ക്രോസിൻ്റെ അപ്പുറത്ത് കടന്ന് വഞ്ചിക്കുളത്തിലേക്കാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ വഞ്ചിക്കുളത്ത് ഇത് ചെന്നാൽ ആ പ്രദേശം മുഴുവൻ നശിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ പല സ്വപ്ന പദ്ധതികൾ വരാൻ പോകുന്ന സ്ഥലമാണ്. ഒരു കാരണവശാലും ഈ നിയമലംഘനത്തിന് വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്നതുപോലെ ഈ തൃശ്ശൂർ നടത്താൻ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും കൂടി അവസ്ഥ. ഇത് നടപടിയുമായി മുന്നോട്ട് മാലിന്യം വിടുമ്പോൾ കോർപ്പറേഷൻ അറിയിക്കേണ്ടതല്ലേ? ശരി, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാകണം. പ്ലാന്റ് ഇല്ലെങ്കിൽ കോർപ്പറേഷനെ അറിയിക്കണം. കോർപ്പറേഷൻ ഇടപെടും. ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ളത് കൊണ്ട് ഇവർ വരികയാണെങ്കിൽ ഇത് സക്ക് ചെയ്ത് കൊണ്ടുപോയി ട്രീറ്റ് നടത്താനുള്ള സംവിധാനം നമ്മൾക്കുണ്ട്. എന്തുകൊണ്ട് ഇവരത് ചെയ്തില്ല? ഇതുപോലെ പുറത്തേക്ക് തുറന്നു വിട്ട് ഈ പരിസരം മലിനീകരണം നടത്താനാണ് ഇവരുടെ ഉദ്ദേശം. അത് ഞങ്ങൾ അംഗീകരിക്കില്ല. വഞ്ചിക്കുളത്തേക്ക് പോകാൻ അനുവദിക്കില്ല. വഞ്ചിക്കുളത്തേക്ക് ഒരു കാരണവശാലും ഇത് എങ്ങനെ അനുവദിക്കും? ഇതിൻ്റെ നടപടി ഉണ്ടാവും. കാരണം ഞങ്ങൾ ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് നടപടിയില്ലാത്ത മുന്നോട്ട് പോകില്ല. തുടർ നടപടികൾ എന്താ? തോന്നിവാസമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ തോന്നിവാസം നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഈ മാലിന്യമുക്ത കോർപ്പറേഷനാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇവരിവിടെ എല്ലാം മലിനമാക്കുക. പ്രത്യേകിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ഈ നടപടിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. ഇപ്പോൾ സ്മെല്ല് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അല്ല, അത് ഇന്നലെ ക്ലീൻ ചെയ്തതാണ്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല. NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നേരത്തെ തൃശ്ശൂർ കോർപ്പറേഷന് ഈ വക ഇഷ്യൂസ് വെച്ച് 4 കോടി രൂപയാണ് പിഴ ചുമത്തിയത്. നിങ്ങളൊക്കെ അത് നന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് പരിഹരിച്ചു വരികയാണ് ഞങ്ങൾ. അത് പരിഹരിച്ചു വരുമ്പോൾ കേന്ദ്ര റെയിൽവേ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവർ തീർച്ചയായും STP പ്ലാന്റ് പണിയാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഞങ്ങൾ പണിയാൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതുവരെ എന്ത് വേണമെന്നുള്ള കാര്യം ഒരു ഡിസ്കഷൻ. ഏതായാലും ഈ മാലിന്യം കർശനമായി തടയുന്ന കാര്യങ്ങളിലേക്കാണ് തൃശ്ശൂർ കോർപ്പറേഷൻ അതിശക്തമായി കടക്കുന്നത്. ഇനി ഒരു രീതിയിലും ഇത്തരത്തിൽ മാലിന്യം തള്ളാൻ പൊതു ഇടത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓടകളിലേക്കോ മാലിന്യം തള്ളാൻ അനുവദിക്കില്ല എന്ന നടപടിയിലേക്ക് ഇനി തൃശ്ശൂർ കോർപ്പറേഷൻ കടക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വ്യാപകമായ രീതിയിൽ പരിശോധന നടത്താൻ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആരോഗ്യവകുപ്പ് അധികൃതരും അതുപോലെ തന്നെ ഭരണസമിതി ഉൾപ്പെടെയുള്ളവർ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇത്തരത്തിലുള്ള ഓടകളിലൂടെ വീണ്ടും വെള്ളം പോരുന്നുണ്ടെന്നടക്കമുള്ള പരിശോധനയിലേക്ക് കടക്കുകയാണ് വിനീത. ശരി, ജെയ്സനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ത്വരിതഗതിയിലുള്ള നടപടികളിലേക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ കടന്നിരിക്കുന്നു എന്നാണ് മേയറുടെ സന്ദർശനത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.